السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد، فأعوذ بالله من الشيطان الرجيم. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വിശുദ്ധ റമദാനിൻ്റെയും ഈദിൻ്റെയും ഒക്കെ ശേഷം അള്ളാഹുവിൻ്റെ കലാം പറയാനും വിശദീകരിക്കാനും കേൾക്കാനും സംസാരിക്കാനുമൊക്കെയുള്ള ഒരവസരം വീണ്ടും അള്ളാഹു ഒരുക്കി തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. റഹ്മാനായ റബ്ബ് അവന് പൊരുത്തമുള്ള, ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, പറയുന്ന, ചിന്തിക്കുന്ന നല്ല മനസ്സുള്ള വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അള്ളാഹു നമ്മിലേക്ക് അവതരിപ്പിച്ചുവോ ആ നിലക്ക് വിശുദ്ധ ഖുർആനിനോട് ഇടപെടാനുള്ള ഒരു ഉന്മേഷം, ഉത്സാഹം, സന്മനസ്, ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൻ്റെ മുമ്പ് നമ്മൾ അവസാനിപ്പിച്ചു വെച്ചത് സൂറത്തുൽ കഹ്ഫിലെ 82 ആയത്തുകൾ വരെയായിരുന്നു. മഹാനായ മൂസ അലൈഹിസ്സലാമിൻ്റെയും ഖിദർ അലൈഹിസ്സലാമിൻ്റെയും സംഭവ ബഹുലമായ യാത്രയും അതോടനുബന്ധമായി ഉണ്ടായ ഒരുപാട് പാഠങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഭാഗം അതോടുകൂടി അവിടെ അവസാനിച്ചു. ഇനി ഏതാനും ആയത്തുകളിൽ ദുൽഖർനൈൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു നല്ലവനായ മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിലൂടെയും യാത്രയിലൂടെയുമൊക്കെ അദ്ദേഹത്തിന് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളുമൊക്കെയാണ് ഇനി ഏതാനും ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വളരെ കൃത്യമായി തന്നെ അതിൽ നിന്ന് ഉൾക്കൊള്ളുവാനുള്ള സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനും നമ്മുടെ മുമ്പിലുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി വയസ്അലൂനക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളും അവതരിപ്പിച്ചു കൊടുത്തത് പല ആളുകളുടെയും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൂടിയായിട്ടായിരുന്നു. ഖുർആനിൽ ഇങ്ങനെ യസ്അലൂനക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏതാണ്ട് ഒരു 15ഓളം സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ 15 സ്ഥലത്തും ഇവിടെ യസ്അലൂനക എന്ന പ്രയോഗമാണ്. ഒരു സ്ഥലത്ത് മാത്രം 16ാമത്തെ സ്ഥലത്ത് ഇദാ സഅലക എന്ന പ്രയോഗമാണത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂറത്തുൽ ബഖറയിൽ വിശുദ്ധ റമദാനിൻ്റെയും വ്രതാനുഷ്ഠാനത്തിൻ്റെയും നിയമങ്ങൾ പ്രതിപാദിക്കുന്നതിനിടക്ക് വന്നിട്ടുള്ള ഒരായത്താണ്. ദുആഇൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞ കാര്യം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ യസ്അലൂനക ചോദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു എന്ന പ്രയോഗമാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക അനിസ്സാ, അന്ത്യനാളിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ അംഫാൽ, സമരാർജിത സമ്പത്തിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ അഹില്ല, ഉദയചന്ദ്രന്മാരെ കുറിച്ച്, മാസപ്പിറവികളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അങ്ങനെ ധാരാളം
പ്രയോഗങ്ങൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചത് ഓർമ്മയിലുള്ളത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയൊക്കെ ഈ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ യസ്അലൂനക അനി ശഹ്രിൽ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വിഷയങ്ങളുമുണ്ട്. അന്ത്യനാളിനെ സംബന്ധിച്ച പർവ്വതങ്ങളെ സംബന്ധിച്ച് യസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ എന്ന് പറഞ്ഞെടുത്ത് ഇങ്ങനെ വിവിധ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വയസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു, ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ. അറേബ്യൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജൂതന്മാരിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചോദിച്ചു. പ്രവാചകനാണെങ്കിൽ ഉത്തരം പറയട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ചോദ്യത്തിലൂടെ അവർ ട്രാപ്പിൽ കുടുക്കി ഉത്തരം മുട്ടിക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അവർ ചോദിച്ചു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളൊന്നും അത്ര പ്രബലമല്ല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ സനദുകളെ സംബന്ധിച്ചുള്ള പരിശോധനയിൽ വളരെ കൃത്യമായി തന്നെ അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള പല പണ്ഡിതന്മാരും പറയുന്നത് അതിൻ്റെ സനദ് അത്ര പ്രബലമല്ല എന്നൊക്കെയാണ്. ഇനി എന്തോ ആകട്ടെ, അവർ ആ നിലക്ക് ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി ചോദിച്ചതാവട്ടെ അല്ലാത്തതാവട്ടെ ചോദ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എല്ലാ അത്തരം ചോദ്യങ്ങളുടെയൊക്കെ ഘട്ടങ്ങളിൽ പ്രവാചകനെ അറിയാത്തതിൽ കയറി ഇടപെടൂല. നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ്. യസ്അലൂനക അള്ളാഹിൻ്റെ റസൂലിനോട് അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? നമ്മളൊന്നും അങ്ങനെയല്ല. നമുക്ക് എന്ത് ചോദ്യം കിട്ടിയാലും എന്തെങ്കിലുമൊക്കെയാണ് പറയും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ള നിലക്ക് വാട്സപ്പ് മുഫ്തിമാർ, ഗൂഗിൾ മുഫ്തിമാർ, അങ്ങനെ ഫേസ്ബുക്ക് മുഫ്തിമാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പല ആളുകളും. ഏതിലും കയറി പെട്ടെന്ന് ചാടിക്കറിഞ്ഞ് പെട്ടെന്ന് അഭിപ്രായം പറയും, പെട്ടെന്ന് അതിനെപ്പറ്റി തീരുമാനമാണ് പറയും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറയൂല. അപ്പോൾ യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് ചോദിക്കണം. എന്താണ് ഈ ആത്മാവ്? നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്താ ഈ ആത്മാവ് ചോദിച്ചാൽ നമ്മൾ പലതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് ഇങ്ങനെ കണ്ടിട്ടില്ലേ എന്നൊക്കെ നമുക്കറിയാത്തൊക്കെ നമ്മൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് യസ്അലൂനക അനിർ റൂഹ് എന്നുള്ള ചോദ്യം വന്നപ്പോൾ തന്നെ മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ചാടിക്കയറി ഒന്നും പറഞ്ഞില്ല. അള്ളാഹിൻ്റെ വഹി കിട്ടാണ്. ഫഖുൽ, നബിയെ പറഞ്ഞേക്ക്, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, പറഞ്ഞേക്ക്, ഇങ്ങനെ പറഞ്ഞേക്ക്, അർ-റൂഹു മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്, എനിക്കതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്ക്. ഒമാ ഊത്തി, അപ്പം നിങ്ങൾക്ക് അതൊന്നും പറയാൻ അറിവില്ലാതെ നിങ്ങൾ നബിയാന്ന് പറഞ്ഞ് നടക്കണ്. ഒമാ ഊത്തീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അറിവില്ലെന്ന് വളരെ തുച്ഛമായതല്ലാതെ എന്തിയിട്ടില്ല, നൽകപ്പെട്ടിട്ടില്ല. ഈ അധ്യായത്തിലേ നമ്മൾ കേട്ടു ഒരു ചരിത്രം. മൂസാ ഖിദർ അലൈഹിസ്സലാമിൻ്റെ യാത്രക്കിടെ ഉണ്ടായ സംഭവം. ഒരു പക്ഷി സമുദ്രത്തിൽ ഒന്നിങ്ങനെ അതിൻ്റെ കൊക്ക് മുക്കി, ഇത്രയേ ഉള്ളൂ അറിവ്, ഒരാൾക്ക് കിട്ടിയ അറിവ്. വിരൽ മുക്കിയതിൻ്റെ വിരലിൽ നിന്നെ പറ്റിയത് ഇത്രയേ ഉള്ളൂ. ദുന്യാവ് മുഴുവനും കൂടെ ആഖിറത്തെ അപേക്ഷിച്ച് എന്നൊക്കെയുള്ള പല ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അറിവ് എപ്പോഴും മനുഷ്യൻ്റെത് എത്ര ആലിമാണെങ്കിലും പരിമിതമാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള ഏറ്റവും വലിയ അറിവുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു പറയുന്നത് എന്താ? വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയെ പറയൂ, റബ്ബി സിദ്നി ഇൽമ, റബ്ബേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. അത് നമ്മളുടെ നിത്യജീവിതത്തിലെ ദിക്റുകളിലുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഒക്കെ നമ്മൾ എപ്പോഴും മനസ്സറിഞ്ഞ് ഏത് ദിക്റുകളും ദുആകളും മനസ്സറിഞ്ഞു പറയണം. മനസ്സറിഞ്ഞു പറയുമ്പോഴേ അത് നമുക്ക് ഹൃദയത്തിലേക്ക് അതിൻ്റേതായ കുളിരും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആ ഒരു പ്രത്യേകമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തതിനത് ഉണ്ടാവില്ല. അപ്പം അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ ചോദിക്കുകയാണ്. വയസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അൻ ദിൽ ഖർനൈൻ, ദുൽ ഖർനൈനിയെ സംബന്ധിച്ചവർ താങ്കളോട് ചോദിക്കുന്നു. ഖുൽ, നബിയെ പറയുക, സഅത്ലൂ
ഞാൻ ഓതിത്തരാം, പറഞ്ഞു തരാം. അലൈക്കും നിങ്ങൾക്ക്, മിൻഹു അദ്ദേഹത്തെക്കുറിച്ച്, ദുൽഖർനൈനിയുടെ ചരിത്രത്തിൽ നിന്ന്. ഫുള്ളല്ല, ഫുള്ള് പറയാം എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തുള്ള ആളല്ലല്ലോ ദുൽഖർനൈൻ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേക്ക് നബിയെ. സഅത്ലു, എന്താ തല എന്ന് പറഞ്ഞാൽ ഓതി പാരായണം ചെയ്തു, അതിൽ നിന്നുള്ളതാണെന്ത് തിലാവത്ത്. തലാ യത്ലു, തലാ യത്ലു, ഖുർആനിൽ തന്നെ ഉണ്ട് യത്ലു എന്നുള്ളത്. അപ്പം തിലാവത്ത് പാരായണം, ഞാൻ ഓതി കേൾപ്പിച്ചു തരുന്നതാണ് വഴിയെ. സഅത്ലു, അതാണ് ഞാൻ പിറകെ നിങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു തരാം. അലൈക്കും നിങ്ങൾക്ക്, മിൻഹു ആ വ്യക്തിയുടെ ചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ, ദിക്റൻ നിങ്ങൾക്ക് ഒരു സ്മരണയായി, നിങ്ങൾക്ക് ഒരു ഉത്ബോധനമായി, നിങ്ങൾക്ക് ഒരു പാഠമായി എന്നൊക്കെ പറയാവുന്ന പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആരായിരുന്നു ഈ ദുൽഖർനൈൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി? ഇതൊരാളുടെ പേരല്ല. എന്താണ് ദുൽഖർനൈനി എന്ന് പറഞ്ഞാൽ? ഖർന് എന്ന് അറബി ഭാഷയിൽ 2-3 അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടും. ഒന്ന് ഹോണാണ്, കൊമ്പ്. കൊമ്പിനെന്ത് പറയും? ഖർന് എന്ന് പറയും. അപ്പം ഇരട്ടക്കൊമ്പൻ എന്ന അർത്ഥം പറയാം. 2 കൊമ്പുള്ള ആള് എന്ന അർത്ഥം വരും. അപ്പോൾ മറ്റൊന്ന് ഖർന് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് എന്ന് പറയും. നമ്മൾ ഹദീസിലൊക്കെ കേട്ടിട്ടുണ്ട്, ഖൈറുൽ ഖർനി ഖർനി, ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ട്, തലമുറ എന്നൊക്കെ ഉള്ളതിനും എന്ത് പ്രയോഗിക്കും? ഖർന്. അപ്പോൾ 2 നൂറ്റാണ്ട് അല്ലെങ്കിൽ 2 തലമുറകളോളം ജീവിച്ച വ്യക്തി എന്നുള്ള നിലക്ക് അർത്ഥം പറയുന്ന ആളുകളുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള മഹാ അനുഗ്രഹം, എല്ലാ ദിക്കുകളിലും യാത്ര ചെയ്തുകൊണ്ട് പടയോട്ടം നടത്തി കിഴക്കും പടിഞ്ഞാറും ഭൂമിയുടെ 2 ഭാഗങ്ങളെയും അടക്കി ഭരിച്ച ഒരു വ്യക്തിയായിരുന്നു ദുൽഖർനൈൻ. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് 2 വൻ പ്രദേശങ്ങളെ, അഥവാ ലോകത്തിൻ്റെ 2 തല, കിഴക്കും പടിഞ്ഞാറുമൊക്കെ അടങ്ങുന്ന പ്രദേശങ്ങളെ, അതിലുള്ള 2 മുഖ്യമായ 2 രാഷ്ട്രങ്ങളെ ഭരിച്ച ഏറ്റവും വലിയ ഒരു രാജാവായ വ്യക്തി എന്നുള്ള നിലക്കും ആവാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇതിലുണ്ട്. ഇതിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇപ്പോൾ പല മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കിരീടമുണ്ടായിരുന്നു എന്നാണ്. ആ കിരീടത്തിന് 2 കൊമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്ന ഒരു താജ്, ആ ഒരു കിരീടം, ആ കിരീടത്തിന് ഇങ്ങനെ 2 ഹോണുകൾ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം കുറിക്കുന്ന നിലക്ക്, അങ്ങനെ ആ നിലക്കുള്ളൊരു കിരീടം അതിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ആ 2 ഖർന് എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഈ വിഷയത്തിൽ കുറേ ഇസ്രായേലിയാത്തുകൾ പറഞ്ഞിട്ടുള്ള പല ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു, എന്നിട്ട് അത് കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തലയിക്കെട്ട് കെട്ടിയിരുന്നു. അങ്ങനെ ആ ചരിത്രത്തിൽ ആദ്യമായി തല മുഴുവൻ മൂടുന്ന നിലക്കുള്ള തലയിക്കെട്ട് കെട്ടിയ വ്യക്തിത്വം ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ആണ് എന്നൊക്കെ മുസ്ലിയാക്കന്മാരുടെ ചില പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഒക്കെ അടിസ്ഥാനങ്ങളില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, ഇതിലപ്പുറം നമുക്കൊന്നും പറയാൻ കഴിയൂല. അപ്പം എന്തായിരുന്നാലും അത് അദ്ദേഹത്തിൻ്റെ ഒരു പേരായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു സ്ഥാനപ്പേരാണ്, ഒരു സ്ഥാനപ്പേരായിട്ട് ഉണ്ടായതാണ് അദ്ദേഹം. അതിനുണ്ടായ പല കാരണങ്ങളെ സംബന്ധിച്ചും ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. എന്തായിരുന്നാലും അതൊരു വിളിപ്പേരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ആരായിരുന്നു ഇദ്ദേഹം എന്നതിനെ സംബന്ധിച്ചുള്ള പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, തുബ്ബഅ് വംശജനായിരുന്ന അബൂബക്കറുൽ ഹിംയരി എന്ന വ്യക്തിക്കാണ് ഈ പേരുണ്ടായിരുന്നത്, അദ്ദേഹമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ബിഫോർ ക്രൈസ്റ്റ് അഥവാ BC 115 മുതൽ 552 കൊല്ലത്തോളം
ഭരണം നടത്തിയ തുബ്ബൾ കുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടാൽ മതി, ഞാൻ വല്ലാതെ കൂടിയിട്ട് തലപകഞ്ഞ് ബേജാറാകണ്ട. അപ്പോൾ അള്ള പറഞ്ഞതാണ്. ഇപ്പം അതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട അതിലുള്ള പാഠങ്ങളും കാര്യങ്ങളും. പക്ഷേ എന്തായിരുന്നാലും ഏതിലുമുണ്ടല്ലോ ചരിത്രത്തിലെ ചില പാഠങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. രണ്ടാമത്തൊരഭിപ്രായം, അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു എന്നുള്ളതാണ്. ഈസാ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന അലക്സാണ്ടർ, അതിൻ്റെ ഈസാ അലൈഹിസ്സലാമിൻ്റെയും മുമ്പ്, അതന്നെ ബിഫോർ ക്രൈസ്റ്റ് BC, അതിൻ്റെയും മുമ്പുണ്ടായിരുന്ന 300ഓളം കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു എന്നഭിപ്രായപ്പെടുന്നവരുണ്ട്. വേറൊരഭിപ്രായം സൈറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അറബിയിൽ കോറസ് എന്നൊക്കെ അറിയപ്പെടുന്ന പേരിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം 30 കൊല്ലത്തോളം ഭരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വീക്ഷണം. ഈ വീക്ഷണമാണ് കുറച്ചും കൂടെ പ്രബലമായിട്ടുള്ളത്. അപ്പം ഇത് ഏത് കാലഘട്ടത്തിലായിരുന്നു? പല മുഫസ്സിരീങ്ങളും അതിൽ ഏറ്റവും ആ വിഷയത്തിൽ തെളിവുകളോട് കൂടുതൽ യോജിച്ച നിലക്ക് പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകാരം ഇദ്ദേഹം ആരായിരുന്നു? ഇദ്ദേഹം ഹുവ മലിക്കുൻ സാലിഹുൻ, ഒരു സാലിഹായ ഒരു രാജാവായിരുന്നു, ഒരു നല്ല രാജാവായിരുന്നു. അപ്പോൾ മറ്റേ അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അയാൾ നല്ല രാജാവല്ല, അയാൾ അവിശ്വാസിയാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്നത് അതൊരു ആരാണ്? ഒരു ഗ്രീക്ക് ഫിലോസഫർ, അരിസ്റ്റോട്ടിലൊക്കെ ഉണ്ടല്ലോ, അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെ ശിഷ്യനായ ഗ്രീക്ക് ഫിലോസഫർമാർ, യവന തത്വശാസ്ത്രജ്ഞന്മാർ എന്നൊക്കെ മലയാളത്തിൽ നന്നാക്കി പറയുന്ന, അതല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫി അതിൻ്റെയൊക്കെ ആചാര്യനായി അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെ ശിഷ്യനായിരുന്ന അലക്സാണ്ടർ ഉണ്ട്. അതും ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന ആ അലക്സാണ്ടർ ചക്രവർത്തിയെ അല്ല വിശുദ്ധ ഖുർആൻ പറയുന്ന ദുൽഖർനൈൻ, മറിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാലിഹായ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്നാണ്. ലോകം മുഴുവൻ അന്ന് ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പടയോട്ടം നടത്തുകയും രാജ്യത്തിൻ്റെ അഷ്ടദിക്കുകളിലും അദ്ദേഹത്തിൻ്റെതായ അധികാരം അദ്ദേഹം സ്ഥാപിക്കുകയും ഇസ്ലാമിക പ്രബോധന പ്രചരണങ്ങളിൽ അതിശക്തമായ നിലക്കുള്ള ഒരു തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചുവെന്നും അക്രമികളെയും അതുപോലെ തന്നെ അഴിഞ്ഞാട്ടക്കാരെയും അദ്ദേഹം തളക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും എല്ലാ വിധത്തിലുമുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന പീഡിതരും അതുപോലെ തന്നെ മർദ്ദിതരുമായിരുന്ന സമൂഹത്തിന് താങ്ങും തണലുമായി മാറിയ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ. അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഏകദേശം അറിയപ്പെടുന്നത് സൈറസ് ചക്രവർത്തി എന്നുള്ളതാണ്. ഇനി അത് തന്നെയാണെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ള പറഞ്ഞു തന്നത് എത്രയേ ഉള്ളൂ? ദുൽഖർനൈൻ. നമ്മൾ അത് വിശ്വസിച്ചാൽ മതി. ദുൽഖർനൈൻ എന്ന് പറഞ്ഞിട്ടൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു, ജീവിച്ച കാലം ഏതോ ആവട്ടെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ളതൊക്കെ നമ്മൾ ചരിത്രത്തിൽ ഇങ്ങനെ പല ആളുകളും ഇതിനെക്കുറിച്ച് പലതും ഇങ്ങനെ പറയും. അപ്പോൾ അവിടെ അങ്ങനെയുള്ള പറഞ്ഞത്, ഇയാൾ ഇങ്ങനെയുള്ള പറയണത്, മറ്റേ പ്രസംഗത്തിൽ ഇങ്ങനെയുള്ള പറയണത്, ആരും ചോദിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താ? ഖുർആനിലും ഹദീസിലും ഒന്നും തെളിവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചറിഞ്ഞിട്ടുള്ള പൂർവീകരിലും ആധുനികരുമായിട്ടുള്ള പല പണ്ഡിതന്മാരും പറയുന്നത് എന്താണ്? അദ്ദേഹം ഇന്ന് സമൂഹത്തിൽ ചൈനയും അതുപോലെ തന്നെ തുർക്കി രാഷ്ട്രങ്ങളും പേർഷ്യയുമൊക്കെ അനുജയിച്ചടക്കിയിട്ടുള്ള ഇന്ന് അറിയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തിയാണ് എന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ആ അലക്സാണ്ടർ ചക്രവർത്തി അല്ല, ആ ആളല്ല ഈ പറയുന്ന ദുൽഖർനൈൻ. കാരണം അലക്സാണ്ടർ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് BC ഈസാ അലൈഹി സ്വലാമിൻ്റെ ഒക്കെ തൊട്ട് മുമ്പുള്ള കാലക്കാരനാണ്. ഇതാരുടെ കാലത്താ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ 2000-ഓളം വർഷത്തിൻ്റെ അന്തരണ്ട്. ആരുടെ കാലവും? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടവും ഈസാ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടവും തമ്മിൽ ഏതാണ്ട് ഒരു കൃത്യകണക്കല്ല പറയുന്നത്. എത്ര ഉണ്ട്? ഒരു 2000-ഓളം കൊല്ലത്തെ ഇടവേളയുണ്ട്. ആ രാജാവും അന്നത്തെ ആ വ്യക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹം നല്ല
ഒരു സാലിഹായ തൗഹീദുള്ള മുവഹിദായ നീതിമാനായ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചരണങ്ങളിൽ നാടൊട്ടാകെ അത്യുന്നതമായ പടയോട്ടം നടത്തിയ പല രാജ്യങ്ങളും കയറി ജയിച്ചടക്കിയ അവിടെയുള്ള പാവങ്ങളുടെ അത്താണിയായ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത അതേ അവസരത്തിൽ മർദ്ദകരായ ആളുകളെ ഒതുക്കിയ അവർക്കെതിരെ ഏറ്റവും ശത്രുക്കളുടേതായ അക്രമങ്ങളെ പ്രതിരോധിച്ച് പാവങ്ങളുടെ പക്ഷത്ത് നിന്ന നല്ലവനായ ഒരു ഭരണാധികാരി. അങ്ങനെയാണ് നമ്മൾ ആരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? മഹാനായ ദുൽഖർനൈൻ. ഇനി അദ്ദേഹം നബിയായിരുന്നോ അല്ലേ എന്ന് വരെ അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ അദ്ദേഹം നബിയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം അള്ളാഹു യാദൽ ഖർനൈൻ എന്ന് വിളിച്ചില്ലേ, അപ്പം അതുകൊണ്ട് അദ്ദേഹം നബിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ വിളിച്ചതുകൊണ്ട് അത് നബിയായിക്കൊള്ളണം എന്നില്ല. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മക്ക് അള്ളാഹു തആല വഹയ്നായില ഉമ്മി മൂസ, അതേപോലെ യാ മറിയം ഉഖ്നുതി എന്നൊക്കെ മറിയം ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം വഹയി കിട്ടലല്ല, മറിച്ച് അത് ഇൽഹാമാകാം, അവരുടെ മനസ്സിൽ തോന്നിയതാവാം. അതല്ലെങ്കിൽ ഈ നീതിമാനായ ഭരണാധികാരിയുടെ കാലത്തുണ്ടായിരുന്ന മറ്റേതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹു തആല വഹയി കൊടുത്തിട്ട് ആ പ്രവാചകൻ ഇദ്ദേഹത്തോട് പറഞ്ഞതും ആവാം. അതിനൊക്കെ അനുകൂലമായ പല കാര്യങ്ങളും ചില മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു ദുൽഖർനൈൻ എന്ന് പറയുന്നൊരു രാജാവ്. നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം ഏകദേശം നമുക്ക് അറിഞ്ഞിടത്തോളം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ച നല്ലവനായ നീതിമാനായ ഏകദൈവ വിശ്വാസിയായ പാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ശത്രുക്കളുടെ മർദ്ദനങ്ങൾക്ക് അതിനെതിരെ അതിശക്തമായ പടയോട്ടം നയിച്ച രാജ്യത്താകമാനം ഇസ്ലാമികമായ ഒരു ജാഗരണം സൃഷ്ടിച്ച് ഇസ്ലാമിന് വലിയ വളർച്ചക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ കാരണമായ നീതിമാനായ ഒരു രാജാവായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു. ഇതാണ് ആരെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്? ദുൽഖർനൈൻ. അതിലപ്പുറം നിങ്ങൾ വായിച്ചു നോക്കിയാലും ഇപ്പോൾ പറയേണ്ടി വരുന്ന വെച്ചാൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ പലരും പലതും അങ്ങനെ വിളിച്ച് പറയും. അപ്പോൾ അതൊക്കെ അങ്ങനെ കേട്ടിട്ട് ഇനി നമ്മളോടാരും അതപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇതിലിങ്ങനെയല്ലേ പറയണത്. അപ്പോൾ ഇതാണ് നമുക്കിതിൽ ഏകദേശം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി ഇപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കേൾക്കാൻ ഭംഗിയും ചുരുക്കൊക്കെ ഉള്ള പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ആരും വീണു പോകരുത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ മുഫസ്സിരീങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കേവലം ഇസ്രായേലിയാത്തുകളാണ്, കെട്ടുകഥകളാണ് എന്നൊക്കെ അവർ പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമായ കാര്യമാണെങ്കിൽ അത് അള്ളാഹു പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഹീൻ്റെ വെളിച്ചത്തിൽ നമ്മെ അറിയിക്കേണ്ട കാര്യം മുസ്തഫാക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അത് രണ്ടിലും ഉള്ളതാണെങ്കിൽ അത് നമ്മളിപ്പോൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? അതാണ് ഇതിൻ്റെ കൃത്യമായ നിലപാട് എന്ന് പറയേണ്ടതുള്ളൂ. അല്ലാത്തതിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. ഇതാണ് നമ്മളതിനെക്കുറിച്ച് അറിയേണ്ടത്. ഏതായിരുന്നാലും അങ്ങനെ ഒരു രാജാവ്, നല്ലവനായ ഒരു സാലിഹായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുകയാണ് ആളുകൾ. അപ്പം ഇത് ചോദിക്കാനുണ്ടായൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലപ്പോൾ അഹ്ലി കിതാബുകാരിലെ വേദം നന്നായി പഠിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സൈറസ് രാജാവിനെക്കുറിച്ച്, ദുൽഖർനൈനിനെ കുറിച്ച് ഒക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവുള്ളൂ. വേദപരിജ്ഞാനമുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചൊരു സൂചന പോലും അറിയുള്ളൂ. അല്ലാത്തൊരാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ യഹൂദികൾ ശട്ടം കെട്ടി മുശ്രിക്കുകളെ പറഞ്ഞയച്ചതുമാവാം. നബിയാണെങ്കിലും ഇതൊന്ന് ചോദിച്ചു നോക്ക്, മറുപടി അറിയാൻ പറ്റുന്നുണ്ടോ അല്ലേ എന്നുള്ളത്. കൂളായിട്ട് മറുപടി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഏത് കാലത്താണ് ജീവിക്കണത്. അപ്പോൾ ഇത് വഴി കിട്ടുന്നുണ്ട്, ആർക്കും ട്രാപ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ലാന്ന്. ട്രാപ്പ് കൊടുക്കാൻ ചോദിച്ചവരാണെങ്കിലും പോയി അവിടുന്ന്. കാരണം ദുൽഖർനൈൻ ആരാന്നുള്ള വ്യക്തിയെ എടുത്ത് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്. അയാൾ ഇന്ന കാലത്ത് ജീവിച്ച ഇന്ന ആളാന്നല്ല മറുപടി പറയണത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളാണ് പറഞ്ഞതോടുകൂടി ഇത് കേട്ടവർക്കും യഹൂദികൾക്കൊക്കെ പിന്നെ മിണ്ടാട്ടം മുട്ടി. കാരണം അവർ മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറം മുഹമ്മദ് സംസാരിക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് അവരാണ് മുട്ടുമുടക്കുന്നത്. ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിച്ചതാണ് വിചാരിക്കുക.
ആ ഒരു ട്രാപ്പിലും അവിടുന്ന് കുടുങ്ങൂല. കാരണം ഇത് അള്ളാഹിൻ്റെ പ്രത്യേക കാവലുള്ള നബിയല്ലേ, ഇത് വേറെ എന്തെങ്കിലും കള്ളത്തരം പറയുമെന്ന ആളല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് കുടുങ്ങൂല. പക്ഷേ അവിടുത്തെ ഒരു വിനയം എന്താണ്? ഏത് വിഷയത്തിലും സ്വന്തം അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പറയൂല. കാരണം മതപരമായിട്ട് അതാണ് എന്ന് ജനം തെറ്റിദ്ധരിച്ചേക്കുമോ, വഹീ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അതീവ സൂക്ഷ്മത നിലനിർത്തിയിരുന്നു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കഅബയിലേക്ക് ഖിബലയാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് മദീനയിലേക്ക് എത്തി 16ഓളം മാസക്കാലത്തോളം എങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചത്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. പക്ഷെ അപ്പോഴൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോന്ന മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണമെന്ന് വല്ലാത്ത മോഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അത് ചെയ്തില്ല. അള്ളാഹ് പറയണ പോലെ ഉണ്ട്, നബിയെ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, എപ്പോഴാ എൻ്റെ നിർദ്ദേശം മുകളിൽ നിന്ന് വരുന്നത് എന്ന് നോക്കി നീ ഇങ്ങനെ കണ്ണും നട്ട് കാത്തിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് നബിയേന്ന്. ആരാ പറയണേ? അള്ളാഹ്. അപ്പം നബിക്കല്ല മോഹമുണ്ട്. പക്ഷെ എന്നിട്ടും അതാണല്ലേ നല്ലതെന്നുള്ള ആൾക്ക് ശരി വിവരം വരുമ്പോൾ നമുക്ക് പിന്നെ അതിനനുസരിച്ച് നീങ്ങ. അപ്പം ഇതുവരെ ഞാൻ പറയണ മാതിരിയാണ് ചെയ്തോളിന് എന്ന് പോലും പറഞ്ഞില്ല. സൂക്ഷ്മതയാണ്. മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നിടത്ത് കൃത്യമായ സൂക്ഷ്മത വേണം. കാരണം ഇത് നമ്മൾ ദീനിൻ്റെ ഒരു ഹറാം ഹലാല് പറയുമ്പോൾ അത് ആരുടെ തീരുമാനമായിട്ടാണ് നമ്മളത് പറയാ? പേഴ്സണൽ കാര്യങ്ങളിലല്ല ഞാൻ പറയുന്നത്, ദുന്യാവിൻ്റെ കാര്യങ്ങളല്ല. ദീൻ പറയുമ്പോൾ വളരെ സൂക്ഷ്മത വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ സൂക്ഷ്മത വേണം. കാരണം നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? അതുകൊണ്ടല്ലേ ഖുർആൻ പറയണ വലാ തഖൂലു, നിങ്ങൾ പറഞ്ഞു പോകരുത്, ലിമാ തസിഫു അൽസിനതുകും അൽ കദിബ ഹദാ ഹലാൽ വഹദാ ഹറാം, ഇതൊക്കെ ഹലാലാണ് ഇതൊക്കെ ഹറാമാണ് എന്നിങ്ങനെ ഈസിയായി സിമ്പിളായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറയല്ലേ. അങ്ങനെ നിങ്ങൾ പറയല്ലേ, വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഈ ഹലാലാണ് ഹറാമാണ് എന്ന് പറയുന്നതും പറയുമ്പോൾ അതിനൊരു ഒരു എന്ത് വന്നു, ഒരു മത ടച്ച് വന്നു. അതിനല്ലേ ഹലാൽ ഹറാം എന്ന് പറയുള്ളൂ അല്ലേ? ഹലാല് ഹറാമോ എന്നൊക്കെ പറയുമ്പോൾ ഒരു മതപരമായ കാര്യങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത്. മറ്റേതിപ്പോൾ ഈ റോട്ടിൽ കൂടി കയറല് മംനുവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞൂടെ? അതവിടെ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, മംനുവാണ് ഹറാം രണ്ടും വേറല്ലേ. ഒന്ന് മതപരമായത്, മറ്റൊന്ന് ഭൗതികമാണ്. ഭൗതികമായ കാര്യങ്ങളിൽ ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ടാകും, ഭരണഘടനകളുണ്ടാകും, മറ്റു കാര്യങ്ങളുണ്ടാകും. അവിടെ അനുവദിക്കപ്പെട്ടവയുണ്ടാകും, അവിടെ പാടില്ലാത്തതുണ്ടാകും. അതൊക്കെ വേറെ വിഷയം. അതേ അവസരത്തിൽ ഹലാൽ ഹറാം എന്ന സാങ്കേതിക പ്രയോഗങ്ങൾ പറയുന്നത് ഏതിനെയാണ്? മതപരമായ കാര്യങ്ങൾ. അതിൽ ഇടപെട്ട് സംസാരിക്കുന്നിടത്ത് അതീവ സൂക്ഷ്മത നമുക്ക് വേണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ പറഞ്ഞതും വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്കറിയാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്, അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോകരുത്. കാരണം കണ്ണും കാതും ഇതൊക്കെ ചോദിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരവാദിത്തമുണ്ട്. മതം പറയുന്നിടത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട്. അത് ആര് സംസാരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അറിവില്ലാതെ പറയരുത് എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പേടിച്ചു 5 നേരത്തെ നിസ്കാരം ഉണ്ടോയെന്ന് ഒരാൾ ചോദിച്ചിട്ട് ഞാൻ പറയാം അല്ല ഇപ്പം എനിക്ക് പേടിയാ പറയുന്നത്. അങ്ങനെ പറയാനല്ല പറയുന്നത്. അങ്ങനെ നമുക്ക് അറിയണത് പറയാം. എനിക്ക് നല്ല ഉറപ്പുള്ളത് എനിക്ക് പറയാന്ന്. എനിക്ക് ഉറപ്പില്ലാത്തത് ഞാൻ അവിടെ തൽക്കാലമാണ് കഴിച്ചിടാൻ വേണ്ടി എന്തെങ്കിലും പറയണ്ടാണ്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അഭിപ്രായം പറയണ്ടാണ്, ഇടപെട്ടിങ്ങനെ ഓരോന്നും തർക്കിച്ച് ഇങ്ങനെ സംസാരിക്കണ്ടാണ്. അറിയില്ലെങ്കിൽ അറിയില്ലാത്തവരോട് ചോദിക്കുക. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ തന്നെ അവിടുന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പോലും അവിടുന്ന് ഒരു തീരുമാനം എടുത്ത് പറയൂല. വഹി കാത്തിരിക്കും. ഒരു വഹി അള്ളാഹ് പറയട്ടെ. അപ്പം നമുക്കിന്നെന്താണ്? അള്ളാഹ് പറയട്ടെ, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞോ, അള്ളയും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞോ, അതിൽ പിന്നെ വേറെ വർത്താനൊന്നുമില്ല. അതിലില്ലാത്തത് നമ്മൾ പറയുമ്പോൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിൽ സ്വാഭാവികമാണ്. അപ്പം അത് ഏതാന്ന് ചോദിച്ചാൽ ഒന്നും ഉറപ്പിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയാനേ പറ്റുകയുള്ളൂ. കൂടുതൽ പ്രമാണങ്ങളുമായി യോജിക്കുന്നത് ഏതോ അതിലേക്ക് എനിക്ക് താല്പര്യം തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അതിലേക്ക് ചായുന്നു എന്നൊക്കെ പറയാ എന്നുള്ളതല്ലാതെ അതാണ് കൃത്യം എന്ന് നമുക്ക് പറയാൻ കൃത്യമായ ഖണ്ഡിതമായ നസ്സ് എന്ന് പറയും, ഖണ്ഡിതമായ ടെക്സ്റ്റ് വേണം ആ വിഷയത്തിൽ.
എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിലും നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ വെച്ചാൽ, പ്രാഥമികമായിട്ട് പോലും ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്ത ഒരു തലമുറ ഇന്ന് ജനറേഷൻ വളർന്നു വരികയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, നന്നായി പഠിക്കണം. പഠിക്കാൻ നമ്മൾ ഒരു സമയം നീക്കി വെച്ചേ മതിയാകൂ. ഏത് തിരക്കുകൾക്കിടയിലും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആനുമായി ബന്ധപ്പെട്ട അറിവുകളുമായിട്ടുള്ള ബന്ധം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും വലിയ ആശ്വാസമായിരിക്കും. കഴിഞ്ഞ റമളാൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ വർഷത്തെ റമളാനിൽ നിങ്ങൾ ഏതെങ്കിലും ഇമാമിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ അൽ കഹ്ഫ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു കുളിരുണ്ടാകും, വലിയൊരു മാധുര്യമുണ്ടാകും എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളിൽ ആരൊക്കെ അത് അനുഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് അനുഭവം തോന്നിയിട്ടുണ്ട് അങ്ങനെ കേട്ടപ്പോൾ, നമസ്കാരങ്ങളിൽ കേട്ടപ്പോൾ. നിങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾക്കുണ്ടാവും. കാരണം ഞാനും പഠിക്കുകയാണ്, നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടി ഞാനും പഠിക്കുകയാണ്. അപ്പോൾ മുമ്പില്ലാത്തതിനേക്കാൾ കൂടുതൽ എൻ്റെ വായനയിലൂടെ എനിക്കും കിട്ടുകയാണ്, നിങ്ങളും കേൾക്കുകയാണ്. എത്രത്തോളം നമ്മൾ വായിക്കുന്നോ പഠിക്കുന്നോ പഠിപ്പിക്കുന്നോ നമുക്കും ഇങ്ങനെ അറിവ് കിട്ടല്ലേ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നതാണ്. അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കേട്ടിട്ട് പിന്നെ അടുത്ത ആഴ്ച വന്നിട്ട് മുസ്ഹഫ് തുറക്കുന്നൊരു സിസ്റ്റം ആവരുത്. മറിച്ച് എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ എടുത്തിങ്ങനെ നോക്കണം. എന്നിട്ട് പരന്ന വായന, അതിനപ്പുറം ഒക്കെ നോക്കുക, വായിക്കുക, പഠിക്കുക. അപ്പോൾ ഒക്കെ ഇപ്പോൾ അൽ കഹ്ഫിന് അങ്ങനെ ഒരു പ്രത്യേകത നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ വെള്ളിയും നമുക്കിത് പാരായണം ചെയ്യുവാൻ അവസരം ലഭിക്കുന്നു. ഒരുപാട് ആളുകൾ ഇത് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന് സാധ്യതകൾ കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇനിയും സമയം വൈകിയിട്ടില്ല. നമ്മൾ കൂടുതൽ അതിനുവേണ്ടി സമയം കണ്ടെത്തണം എന്നൊക്കെ സാന്ദർഭികമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദുൽഖർനൈൻ എന്ന് പറയുന്ന ആ രാജാവിനെക്കുറിച്ചുള്ള, ദുൽഖർനൈൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു, നബിയെ ഖുൽ പറയുക, സഅത്ലു ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, അലൈക്കും ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം, പാരായണം ചെയ്തു തരാം, മിൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം, ദിക്റൻ. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാനും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉത്ബോധനങ്ങൾ, അല്ലെങ്കിൽ സ്മരണ, അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉതകുന്ന വിധത്തിൽ ഏതൊക്കെ പാഠങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെങ്കിൽ ആ നിലക്കുള്ള ഒരു ദിക്ർ, ഒരു സ്മരണ, ഒരു ഉത്ബോധനം, നമുക്കൊരു പാഠം ഒക്കെ ലഭ്യമാകുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം, പാരായണം ചെയ്തു തരാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ഇനി പറഞ്ഞു കൊടുക്കുകയാണ്, ആരായിരുന്നു, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇന്നാ, അള്ളാഹു പറയാണ്, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദി. ഇന്നാ തീർച്ചയായും നാം, മക്കന്നാ നാം അദ്ദേഹത്തിന് സ്വാധീനം നൽകി, സൗകര്യം ചെയ്തു കൊടുത്തു. മക്കന്നാ സൗകര്യം ചെയ്തു കൊടുത്തു, സ്വാധീനം നൽകി എന്നുള്ളതിന് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്ന പദം മക്കന എന്നാണ്. മക്കന നമുക്ക് കേട്ടെല്ലാം പരിചയമുണ്ടല്ലോ, പെണ്ണുങ്ങളെ മക്കനയാണ്. ഇത് അറബിയിലെ മക്കനയാണ്. മക്കന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സൗകര്യം ചെയ്തു കൊടുത്തു, സ്വാധീനം നൽകി എന്നൊക്കെയാണ് മക്കന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കന, മക്കന്ന, അതിൻ്റെ കൂടെ ഒരു നാ കൂടി ചേർത്തു. അള്ളാഹ് പറയാണ് നാ, ഫഅൽതു ഫഅൽന എന്ന് പറയില്ലേ, നമ്മൾ ചെയ്തു. അത് പറയും മക്കൻതു, മക്കൻതു ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തു. മക്കന്ന, മക്കനന. ഇപ്പം രണ്ട് നൂനുകൾ ചേർന്ന് വരുമ്പോൾ ഒരു നൂന മറ്റേതിൽ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് വായിക്കുന്ന പ്രാഥമികമായ നമ്മുടെ ചേർത്ത വായനയുടെ നിയമമാണ് അവിടെയുള്ളത്. അപ്പോൾ അതാണ് ഇന്നാ മക്കന്ന എന്ന് പറഞ്ഞാൽ. അള്ളാഹ് പറയാണ് മക്കന്ന, നാം സ്വാധീനം നൽകി അല്ലെങ്കിൽ സൗകര്യം ചെയ്തു കൊടുത്തു, ലഹു അദ്ദേഹത്തിന്, ലഹു അദ്ദേഹത്തിന്, ഫിൽ അർദി, ഫിൽ അർദി ഭൂമിയിൽ, വ ആതൈനാഹു നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആതാ, ആതാ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നൽകി. ആതാ എന്ന് അറബിയിൽ എഴുതേണ്ടത് താഇന്റെ ശേഷം യാ നൽകിക്കൊണ്ടാണ്. ആതാ, ആതൈനാഹു
നാം അദ്ദേഹത്തിന് ആതൈതു എന്ന് പറഞ്ഞാൽ ഞാൻ നൽകിയവ ആതൈന കണ്ടോ, മക്കന്ന എന്ന് പറഞ്ഞതുപോലെ ആതൈന നാം നൽകുകയും ചെയ്തു ഹു അദ്ദേഹത്തിന് മിൻ കുല്ലി ശൈഇൻ എല്ലാ കാര്യത്തിലും സബബൻ ശരിയായ മാർഗം നാം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. മിൻ കുല്ലി ശൈഇൻ സബബ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കാര്യത്തിനും എന്നുള്ളതല്ല അവിടെ മിൻ കുല്ലി ശൈ എന്ന് പറഞ്ഞ ഉദ്ദേശം. പിന്നെന്താ, അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക്, യുദ്ധത്തിന്, അതുപോലെ തന്നെ ഭരണ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നാം എന്ത് ചെയ്തു, ശരിയായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അത് വലിയ നിഅമത്ത് കിട്ടിയ വ്യക്തിത്വമായിരുന്നു. ആ നിലക്ക് അദ്ദേഹത്തിന് വലിയ സൗകര്യം നാം നൽകി, നാം അദ്ദേഹത്തിന് സ്വാധീനം നൽകി. ഭൂമിയിൽ ഭയങ്കര അധികാരം നൽകി. അദ്ദേഹം എവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അവിടേക്കൊക്കെ അദ്ദേഹത്തിന് റൂട്ട് അറിയാം. വാതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് നാം സബബ് നൽകി എന്നാണ്. സബബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ സബബിന് കയറ് എന്നർത്ഥമുണ്ട്. അസ്ബാബ് സമാവാത്തി, പിന്നെ ഒരു കയറുകൾ എന്നുള്ളതിന് പറയും. അതേ പരിസരത്തിൽ കാരണം എന്നുള്ളതിന് സബബ് പ്രയോഗിക്കും. ഇവിടെ സബബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നിടത്ത് പ്രധാനമായി 2 വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ 2 വ്യാഖ്യാനങ്ങളും ഒന്നിനെ ബലപ്പെടുത്തുന്ന വ്യാഖ്യാനങ്ങളാണ്. എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് നാം സബബ് നൽകി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ ഇൽമ് അദ്ദേഹത്തിന് കൊടുത്തു എന്നൊരു വ്യാഖ്യാനം. സബബ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമുല്ലദി യതവസ്സലു ഇലാ മത്ലൂബിഹി, അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ ഇൽമുകളൊക്കെ അദ്ദേഹത്തിന്. അപ്പം അത് വഴികൾ അറിയലാവാം. ഒരു രാജ്യത്തേക്ക് അദ്ദേഹം പുറപ്പെടുകയാണോ, അദ്ദേഹത്തിന് റൂട്ട് മാപ്പൊക്കെ കൃത്യമാണ്. എവിടേക്കും പോകാം, ഏത് രാജ്യത്തേക്ക് പോകാം, എവിടേക്ക് കടന്നു കയറാനുള്ള സൗകര്യം, ഒരു പ്രത്യേകമായ ധൈര്യം, മാനസികമായ കരുത്ത്, നല്ല ശക്തി, എവിടെയും കയറി ഏത് രാജ്യത്തേക്കും പോകാനും അതിനൊക്കെയുള്ള ഒരു സൗകര്യം, എല്ലാ മാർഗങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. അത്തുറുക്ക് എന്ന 2ാമത്തെ ഒരു വ്യാഖ്യാനം. അത്തുറുഖു വൽ വസായിലു എന്നൊക്കെ നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. പോകേണ്ട മാർഗങ്ങൾ, വഴികൾ, അതിനുപയോഗപ്പെടുത്തേണ്ടുന്ന മാധ്യമങ്ങൾ, അതാണ് വസീല, വസായിലുകൾ. അതൊക്കെ അദ്ദേഹത്തിന് നാം കൊടുത്തു. ഉദ്ദേശിക്കുന്ന കിഴക്കും പടിഞ്ഞാറും ദിഗ്വിജയം, അഷ്ടദിക്കുകളിലും അദ്ദേഹത്തിന് എവിടെയൊക്കെ കിഴക്കും പടിഞ്ഞാറും 2 പാശ്ചാത്യ രാജ്യങ്ങളിലും പൗരസ്ത്യ രാജ്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായ പടയോട്ടം നയിക്കുവാനും അവിടങ്ങളിലൊക്കെ തൻ്റേതായ ജൈത്രയാത്രകൾ പൂർത്തീകരിക്കുവാനും എല്ലാം ആവശ്യമായ എന്തൊക്കെ വേണോ അതൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. അതല്ലാതെ ലോകത്തിൻ്റെ എല്ലാം നൽകി എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ആവശ്യമായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൊടുത്തു. ഏതുപോലെ സമാനമായ ഒരായത്ത് നമ്മൾ സൂറത്തുൻ നംലിൽ പഠിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞെടുത്ത് പറയുന്നുണ്ടല്ലോ, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ രാജ്ഞി ആരാണ് എന്ന് ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഹുദ്ഹുദിനോട് ചോദിക്കുന്ന ചോദ്യവും വഊതിയതു മിൻ കുല്ലി ശൈഇൻ എന്ന പക്ഷി വന്ന് പറയുന്നുണ്ട്. ഇന്നി വജത്തു ഇംറഅതൻ തംലികുഹും വഊതിയതു മിൻ കുല്ലി ശൈഇൻ. ആ സബ ഭരിച്ചിരുന്ന സബയിലെ രാജ്ഞിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഊത്തിയത്ത് അവർക്ക് നൽകപ്പെട്ടിരുന്നു, മിൻ കുല്ലി ശൈഇൻ എല്ലാ കാര്യവും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ കാര്യം കൊടുത്തു എന്നല്ല. അവർക്ക് അവിടെ ആ രാജ്യത്തെ യമനിലെ സഭയെ ഭരിക്കാൻ ആവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ കിട്ടിയ ഒരു രാജ്ഞിയെയാണ് കണ്ടുവരുന്നത് എന്ന് ആര് പറയാണ്? ഹുദ്ഹുദ് ആരുടെ മുമ്പിൽ പറയാണ്? സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ പറയണം. അപ്പോൾ അവിടെ മീൻ കുല്ലി ഷൈ എന്നാ പറയും. അപ്പോൾ ഈ കുല്ലി ഷൈ എന്ന് കാണുന്നിടത്ത് ഈ സൂഫികളും മറ്റുള്ള ആളുകളൊക്കെ എന്താ പറയുക, എല്ലാം കൊടുത്തുക്കണ്, അതുകൊണ്ട് ആ ലോകത്തിൻ്റെ മൊത്തം കൺട്രോള് അല്ലെങ്കിൽ എല്ലാം കൊടുത്തു, എല്ലാ അറിവ് എന്നിങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കാൻ ഇടയുള്ളൊരു കാലഘട്ടമായതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞത്. ഏതോ ആകട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അതിയായ വിധത്തിലുള്ള സ്വാധീനവും സൗകര്യമൊക്കെ അദ്ദേഹത്തിന് നാം നൽകി. അതാണ് ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഈ മക്കന്നായുടെ പ്രയോഗങ്ങൾ. നുമക്കിനന്നവും, പിന്നെ നമുക്ക് സൗകര്യം ചെയ്തു കൊടുക്കും, പിന്നെ ഭൂമിയിൽ അവർക്ക് നാം സൗകര്യം ചെയ്തു കൊടുക്കും എന്നിങ്ങനെ അവർക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്തു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖുർആനിൽ പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ മുമ്പ് നമ്മളുടെ
വായനകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്നില്ലേ, പിന്നെ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കിട്ടുന്നത് വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും, കണ്ടോ, ദീനഹും അല്ലദീ ഇർതളാ ലഹും എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ നമ്മൾ പഠിച്ച സൂറത്തുകൾ ഇങ്ങനെ എടുത്ത് പറയാണ് ഞാൻ. അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഏത് ഈ മക്കനെയും മക്കന്ന എന്നുള്ളതും യുമക്കിനും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഓർമ്മ പുതുക്കാനേ, ഇതിനു വേണ്ടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം, നിങ്ങളാരും ബേജാറാക്കാനല്ല. ശരി. വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ, അദ്ദേഹത്തിന് നാം എല്ലാ മാർഗങ്ങളിലൂടെയും അല്ലെങ്കിൽ ഏത് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആവശ്യമായ എന്തൊക്കെ സബബുകൾ, കാരണങ്ങൾ, വഴികൾ, അറിവുകൾ വേണോ അതൊക്കെ കൊടുക്കപ്പെട്ടിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആര്? ദുൽഖർനൈൻ. കാരണം ഇദ്ദേഹത്തിൻ്റെ യാത്ര, വേറൊരു യാത്ര പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഈ യാത്രയെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉള്ള യാത്രയാണ്. അത് ജിഹാദിൻ്റെ യാത്രയാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര. മുമ്പത്തെ യാത്ര എന്തിനായിരുന്നു? ഇൽമിൻ്റെ യാത്രയായിരുന്നു. അപ്പം അവിടെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജിഹാദിൻ്റെ യാത്രയേക്കാളൊക്കെ ആദ്യം മുന്തിച്ച് ഖുർആൻ പറഞ്ഞത് ഏത് യാത്രയാണ്? മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ യാത്രയാണ്. അതെന്തിനു വേണ്ടിയിരുന്നു? ഇൽമ് തേടിയിട്ടുള്ള യാത്രയായിരുന്നു. അതിന് തന്നെ ആദ്യം പ്രാധാന്യം. ഇൽമ് തേടിയിട്ടുള്ള യാത്ര അതൊക്കെ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞത്. അതും നമ്മൾ അതിൽ നിന്നൊരു പാഠമായി മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം ഒരു വഴിയിലൂടെ പിന്തുടർന്നു പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ എളുപ്പാക്കി എന്ന് പറയല്ലേ. അങ്ങനെ എളുപ്പം കിട്ടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി അദ്ദേഹം ഒരു ഭാഗത്തേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ അദ്ദേഹം എത്തിപ്പെടുന്ന പ്രദേശത്തെയാണ് ഇനി തുടർന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ നിലക്ക് അറിവുകൾ സമ്പാദിക്കുവാനും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനും ഒക്കെ തൗഫീക്ക് നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളും അപാകതകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളടക്കം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സാലിഹായ അമലുകളും അല്ലാഹു അത് സാലിഹായ നിലക്ക് തന്നെ ഖബൂൽ ചെയ്യുകയും അവൻ്റെ അടുക്കൽ ഉന്നതമായ പദവി നൽകപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.